കാലടി പ്ലാന്റേഷന്റെ കല്ലാല എസ്റ്റേറ്റിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് പരിക്ക്. ജനവാസ കേന്ദ്രങ്ങളിൽ ഭീതി പരത്തി കാട്ടാനകൾ. ചേറ്റുവ പെരിങ്ങാട് പുഴയെ റിസർവ് വനമാക്കാനുള്ള നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. മുരളി പെരുന്നുള്ളി എംഎൽഎക്കെതിരെ ആരോപണവുമായി പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി രംഗത്ത്. മുനയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ കർഷകരും പ്രദേശവാസികളും. കൃഷി നശിക്കാതിരിക്കാനും ശുദ്ധജല സ്രോതസ്സുകളിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയാനും റെഗുലേറ്റർ കം ബ്രിഡ്ജ് അനിവാര്യം. സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു. പവന് 280 രൂപ വർദ്ധിച്ച് 63,840 രൂപയിലെത്തി. വാർത്തകൾ വിശദമായി. കാലടി പ്ലാന്റേഷന്റെ കല്ലാല എസ്റ്റേറ്റിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് പരിക്ക്. കശുമാവിൻ തോട്ടത്തിൽ ജോലിക്ക് പോയ പ്രസാദിനെയാണ് ആന ആക്രമിച്ചത്. തുമ്പിക്കൈകൊണ്ട് അടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ പ്രസാദിനെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലത്തെ വന്ന് മസ്റ്റ് പറഞ്ഞ് അപ്പോൾ കശുമാവിൽ കാടുവെട്ടാണ്. കശുമാവിൽ കാടുവെട്ട് ലേഡീസാണ് കശുമാവിൽ. അപ്പോൾ ലേഡീസിനെ വിടുന്നതിന് മുമ്പ് കശുമാവിലേക്ക് ആളുകളെ ആനയെ ഓടിക്കാനായിട്ട് ആളെ വിടാറുണ്ട്. കോർപ്പറേഷൻ തന്നെ ആളുകളെ ഒന്ന് കവർ ചെയ്യാനായിട്ട് വിടാറുണ്ട്. അങ്ങനെ പോയതാണ് ഞങ്ങൾ. പോയപ്പോൾ ആന ഒരു 3-4 ആന ഉണ്ടായി. അപ്പോൾ ആന ഞങ്ങൾ ഓടിച്ച് സാധാരണ അങ്ങനെ ഗുണ്ടൊക്കെ പിടിച്ച് ഓടിക്കാറാണ്. അപ്പോൾ അങ്ങനെ ഒച്ചയുണ്ടാക്കി ഓടിക്കുന്ന സമയത്ത് ആന പെട്ടെന്ന് തിരിയാണ് ചെയ്തത്. ആന തിരിച്ച് ഓടിച്ചു. ഇയാളെ ആന എടുത്ത് കൊമ്പിനെറിഞ്ഞ് എറിയാണ് ഇത്. കശുമാവിലേക്ക് എറിഞ്ഞ് കശുമാവിലേക്ക് ചെന്ന് വീഴാണ്. കശുമാവ് തട്ടി വീഴാണ് ഇത്. ആളെ തല മുറിഞ്ഞിട്ടുണ്ട്. ചങ്കിനാണ് പ്രശ്നം. മസ്തകത്തിലെ മുറിവിന് ചികിത്സ നൽകി വിട്ടയച്ച ആന വീണ്ടും അതിരപ്പള്ളി റോഡിലെ വെറ്റിലപ്പാറയിലെത്തി. വെറ്റിലപ്പാറ 15-ലെ എണ്ണപ്പനത്തോട്ടത്തിൽ മണിക്കൂറുകളോളം തീറ്റയെടുത്തു നിന്ന കാട്ടാനയ്ക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ പ്രകടമായില്ല. അതിരപ്പള്ളിയിലേക്ക് പോയ വിനോദസഞ്ചാരികൾ കൊമ്പന്റെ ദൃശ്യങ്ങൾ പകർത്തി. മരുന്നുവെച്ച ഭാഗത്തെ വ്രണം ഭേദമായിട്ടില്ലെന്ന പ്രചരണത്തെ തുടർന്ന് ആനയെ വനപാലകർ നിരീക്ഷിച്ചു വരികയാണ്. വെറ്ററിനറി ഡോക്ടർ അടക്കം 10 അംഗം വനപാലക സംഘമാണ് പകൽ സമയത്ത് ആനയെ നിരീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ട പ്രദേശത്ത് നിന്ന് പുഴയും കടന്ന് 6 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ആന വെറ്റിലപ്പാറയിൽ എത്തിയത്. ചേറ്റുവ പെരിങ്ങാട് പുഴയെ റിസർവ് വനമാക്കാനുള്ള നടപടിയിൽ സ്ഥലം എംഎൽഎ മുരളി പെരുന്നുള്ളി തുടരുന്ന നിസ്സംഗത ജനവിരുദ്ധമാണെന്ന ആരോപണവുമായി പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി രംഗത്ത്. CPMന്റെ ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ട് പോലും പുഴയെ വനമാക്കാനുള്ള വിജ്ഞാപനത്തിനെതിരെ സ്ഥലം MLA ഒന്നും ചെയ്യുന്നില്ലെന്ന് സമിതി ആരോപിച്ചു. വനത്തിന്റെ ഭാഗമല്ലാത്ത ഒരു പുഴയെ റിസർവ് വനം ആക്കുകയെന്നത് രാജ്യത്ത് മുൻപ് സംഭവിച്ചിട്ടില്ലാത്തതാണ്. നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വേണ്ടി മറ്റിടങ്ങളിൽ വിട്ടുകൊടുക്കുന്ന വനഭൂമിക്ക് പകരം 264 ഏക്കർ വിസ്തൃതിയുള്ള പെരിങ്ങാട് പുഴയെ പരിഹാര വനമാക്കുക എന്ന ഗൂഢലക്ഷ്യമാണ് ഈ നീക്കത്തിന് പിന്നിലെന്ന് പുഴ സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വിജ്ഞാപനം പിൻവലിച്ച് പുഴയെ പുഴയായി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ധർണ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി മുഖ്യ അതിഥിയായി പങ്കെടുക്കും. പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി ചെയർമാൻ അബൂക്കാട്ടിൽ, കൺവീനർ ഷൈജു തിരുനെല്ലൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷെരീഫ് ചിറക്കൽ, OJ ഷാജൻ, പാവർട്ടി പഞ്ചായത്ത് അംഗം NE ഹബീബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. ബജറ്റിൽ മുനയം റെഗുലേറ്റർ കം ബ്രിഡ്ജിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനത്തിൽ പ്രതീക്ഷയോടെ കർഷകരും പ്രദേശവാസികളും. വേനൽക്കാലത്ത് ഓരിവെള്ളം കയറി കൃഷി നശിക്കാതിരിക്കാനും ശുദ്ധജല സ്രോതസ്സുകളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനുമായിട്ടാണ് കനോലി കനാലും കരുവന്നൂർ പുഴയും സംഗമിക്കുന്ന കാട്ടൂർ മുനയത്ത് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കണമെന്ന് ആവശ്യമുയരുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ലക്ഷങ്ങൾ മുടക്കി വേനൽക്കാലത്ത് താൽക്കാലിക ബണ്ട് നിർമ്മിച്ചാണ് ഓരിവെള്ളത്തെ പ്രതിരോധിക്കുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ UDF ഭരണകാലത്ത് മന്ത്രി PJ ജോസഫാണ് മുനയത്ത് കനോലി കനാലിന് കുറുകെ കാട്ടൂർ താന്നി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണത്തിനായി ഭരണാനുമതി നൽകിയത്. അന്നത്തെ MLA ആയ തോമസ് ഉണ്ണിയാടൻ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കളക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗങ്ങളും നടത്തിയിരുന്നു. എന്നാൽ UDF മന്ത്രിസഭയുടെ അവസാന കാലത്ത് വന്ന പ്രഖ്യാപനം കല്ലിടലിൽ മാത്രം ഒതുങ്ങി. പിന്നീട് വന്ന 1ാം പിണറായി സർക്കാരിന്റെ കാലത്തും മുനയത്ത് സ്ഥിരം സംവിധാനം നിർമ്മിക്കാൻ നടപടികൾ ഉണ്ടായെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞില്ല. സർക്കാരിന്റെ അവസാന കാലത്ത് സ്ഥലത്ത് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും പദ്ധതിയുടെ നിർമ്മാണത്തിനായി കല്ലിടൽ ചടങ്ങ് നടത്തുകയും ചെയ്തു. 24 കോടി ഇതിനായി അനുവദിച്ചിരുന്നു. എന്നാൽ ഇറിഗേഷൻ വകുപ്പിന്റെ കണക്കിൽ 34.25 കോടിയായി എസ്റ്റിമേറ്റ് തുക ഉയർന്നു.
നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിനായി പുതുക്കിയ എസ്റ്റിമേറ്റ് തുക സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപടിയുണ്ടായില്ല. ഇതോടെ മുനയത്ത് സ്ഥിരം സംവിധാനമായ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം അനന്തമായി നീളുകയായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിലും മുനയത്ത് സ്ഥിരം സംവിധാനമായ റെഗുലേറ്റർ കം ബ്രിഡ്ജിനെ കുറിച്ച് പരാമർശമുണ്ടെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് കർഷകരും പ്രദേശവാസികളും. TCV ഇരിങ്ങാലക്കുട. സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു. ഒരു പവന് 63,840 രൂപയാണ് തിങ്കളാഴ്ചയിലെ വില. പവന് 280 രൂപ വർദ്ധിച്ചു. 1 ഗ്രാമിന് 35 രൂപ വർദ്ധിച്ച് 7,980 രൂപയുമായി. ഒരാഴ്ചയ്ക്കിടെ മാത്രം ഒരു പവന് 2,200 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. കൊടുങ്ങല്ലൂർ അഴീക്കോട് മകൻ അമ്മയുടെ കഴുത്തറുത്തു. മരപ്പാലത്തിന് സമീപം ഓമന്തറ അഴുവേലിക്കകത്ത് ജലീലിന്റെ ഭാര്യ സീനത്തിനെയാണ് മകൻ മുഹമ്മദ് ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ സീനത്തിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഹമ്മദിനെ കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലഹരിക്കടിമയായ മുഹമ്മദ് സീനത്തിനെ ആക്രമിക്കുകയായിരുന്നു. 3 വർഷം മുൻപ് പിതാവ് ജലീലിനെയും മുഹമ്മദ് ആക്രമിച്ചിരുന്നു. ഇരിഞ്ഞാലക്കുട വല്ലക്കുന്ന ചിറയിൽ ആളൂർ സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോക്കാട്ടുവീട്ടിൽ 51 വയസ്സുള്ള കോളിൻസ് ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി ഇരുചക്ര വാഹനത്തിൽ പെട്രോൾ അടിക്കുന്നതിനായി പോയതാണ് കോളിൻസ്. വീട്ടിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഇയാൾ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പോൾ കോക്കാട്ടിന്റെ മകനാണ്. മുക്കുംപുഴ ആദിവാസി ഉന്നതിയിൽ പൊരിങ്ങൽകുത്ത് റിസർവോയറിൽ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി. 50 വയസ്സുള്ള അച്യുതന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ശനിയാഴ്ച വൈകിട്ട് കുടുംബസമേതം ചങ്ങാടത്തിലാണ് ഇയാൾ മറുകരയിലുള്ള കുടിയിലേക്ക് പോയത്. കരയ്ക്കെത്തുമ്പോൾ അച്യുതനെ കാണാതാവുകയായിരുന്നു. ഞായറാഴ്ച ചാലക്കുടി ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ ടോറസ് ലോറിക്ക് പുറകിൽ സ്കൂട്ടർ തട്ടി വീണ വയോധികൻ മരിച്ചു. എങ്കക്കാട് പവർ ഹൌസിന് സമീപം താമസിക്കുന്ന റിട്ടയേർഡ് SI തങ്കേത്തിൽ പത്മനാഭൻ നായരാണ് മരിച്ചത്. 86 വയസ്സായിരുന്നു. ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് റോഡിലൂടെ പോയിരുന്ന ടോറസിന്റെ പുറകുവശത്ത് സ്കൂട്ടറിന്റെ ഹാൻഡിൽ തട്ടി വീഴുകയായിരുന്നു. ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോടന്നൂരിൽ ഓട്ടോറിക്ഷ ദേഹത്ത് തട്ടിയ വിരോധത്തിൽ യുവാവിനെ ആക്രമിച്ച സംഘത്തിലെ 2 പേർ പോലീസ് പിടിയിൽ. കോടന്നൂർ സ്വദേശി ആദർശ്, കണ്ണംകുളങ്ങര സ്വദേശി വിവേക് എന്നിവരാണ് അറസ്റ്റിലായത്. ഈ മാസം 2-ാം തീയതി കോടന്നൂരിലെ ബാറിന്റെ പാർക്കിംഗ് പരിസരത്ത് വെച്ചാണ് ചേർപ്പ് സ്വദേശിയായ അഖിൽ കൃഷ്ണനെ ക്രൂരമായി ആക്രമിച്ചത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വെടിവഴിപാടിനുള്ള കതിനയിൽ നിന്നും തീ പടർന്ന് 2 പേർക്ക് പൊള്ളലേറ്റു. വെടിവഴിപാട് കരാറുകാരന്റെ ജീവനക്കാരായ കൊടുങ്ങല്ലൂർ ചാപ്പാറ സ്വദേശി മനോജ്, പറവൂർ ചേന്നമംഗലം സ്വദേശി ബിജു എന്നിവർക്കാണ് പൊള്ളലേറ്റത്. പൊള്ളലേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കതിനയിൽ വെടിമരുന്ന് നിറയ്ക്കുന്നതിനിടെയായിരുന്നു അപകടം. വെള്ളിക്കുളങ്ങര ചൊക്കനയിൽ വനാതിർത്തിയിലുള്ള സ്വകാര്യ റബ്ബർ തോട്ടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 10 ഏക്കറോളം സ്ഥലം കത്തി നശിച്ചു. ചൊക്കന കാരിക്കടവിലാണ് റബ്ബർ തോട്ടത്തിൽ തീ പടർന്നത്. റീപ്ലാന്റ് ചെയ്ത് 2 വർഷം പ്രായമായ 1000-ഓളം റബ്ബർ തൈകൾ കത്തി നശിച്ചു. തോട്ടം തൊഴിലാളികൾ ചേർന്നാണ് തീയണച്ചത്. അഷ്ടമിച്ചിറ ഉരുണ്ടോളിയിൽ വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകണമെന്ന് പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെടാൻ മാള പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ 5.5 സെന്റ് സ്ഥലം വിട്ടു നൽകിയാൽ വഴിയോര വിശ്രമ കേന്ദ്രവും പൊതു ശൌചാലയവും നിർമ്മിക്കുമെന്ന് മാള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ പറഞ്ഞു. ഗ്രാമസഭകളിലും വികസന സെമിനാറിലും ഉയർന്നുവന്ന ആവശ്യമായതിനാലാണ് ഭരണസമിതി യോഗത്തിൽ അജണ്ടയായി ഉൾപ്പെടുത്തി തീരുമാനമെടുത്തതെന്നും ഇക്കാര്യം രേഖാമൂലം പൊതുമരാമത്ത് വകുപ്പിനെ അറിയിക്കുമെന്നും സ്ഥലം വിട്ടുതരുന്നത് സംബന്ധിച്ച് അവരാണ് തീരുമാനിക്കേണ്ടത് എന്നും വൈസ് പ്രസിഡന്റ് അറിയിച്ചു. അതേസമയം വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിക്കുമ്പോൾ അതിൽ മാള അരവിന്ദന് സ്മാരകം ഒരുക്കണമെന്ന് കോൺഗ്രസ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. മാള അരവിന്ദന് സ്മാരകം നിർമ്മിക്കുന്നതിനായി ഈ സ്ഥലം ഉപയോഗിക്കാൻ പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെടണമെന്ന് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ ആവശ്യപ്പെട്ടിരുന്നു. രജിസ്ട്രേഷൻ വകുപ്പിലെ ജീവനക്കാർ വിജിലൻസ് പിടിയിൽ. അനധികൃതമായി സൂക്ഷിച്ച പണവുമായാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 33,050 രൂപ പിടിച്ചെടുത്തു. നോർത്ത് സെൻട്രൽ സോൺ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ MC ബാബു, MC സാബു, സബ് രജിസ്ട്രാർമാരായ രാജേഷ് KG, രാജേഷ് K, ജയപ്രകാശ് MR, അക്ബർ PO, രജീഷ് C എന്നിവരാണ് പിടിയിലായത്.
തൃശൂർ ശക്തൻ നഗറിൽ അശോക ഇൻ ബാറിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനിടയിലാണ് പിടിയിലായത്. പിടിയിലായവർ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിനായി വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കി. ഓഫീസിലെ മന്ത്ലി കോൺഫറൻസിന് എത്തിയ ശേഷമാണ് ബാറിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിയത് എന്നാണ് വിവരം. ചേർപ്പ് തൃപ്രയാർ സംസ്ഥാന പാത മുറിച്ചു കടന്ന് തലച്ചുമടായി വെള്ളം ചുമന്ന് വീടുകളിലേക്ക് എത്തിച്ചിരുന്ന ദുരിതത്തിന് MLAയുടെ ഇടപെടലിൽ പരിഹാരം. ഹെർബർട്ട് കനാലിലെ 8 കുടുംബങ്ങൾക്കാണ് കുടിവെള്ള കണക്ഷൻ നൽകിയത്. കിണറുണ്ടെങ്കിലും മലിനമായ വെള്ളമായതിനാൽ റോഡിനപ്പുറമുള്ള പൊതു ടാപ്പായിരുന്നു ഈ കുടുംബങ്ങളുടെ ഏക ആശ്രയം. അപേക്ഷകൾ നൽകി വർഷങ്ങളായിട്ടും റോഡ് മുറിച്ച് പൈപ്പിടാൻ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചിരുന്നില്ല. റോഡ് മുറിച്ച് പൈപ്പിട്ട് 8 കുടുംബങ്ങളിലേക്ക് കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കാൻ MLA CC മുകുന്ദൻ നിർദ്ദേശിക്കുകയായിരുന്നു. പെൻഷൻകാരെ വഞ്ചിച്ച ജനദ്രോഹ ബജറ്റാണ് ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചത് എന്ന് മുൻ MLA TV ചന്ദ്രമോഹൻ പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കമ്മിറ്റി വടക്കാഞ്ചേരി സബ് ട്രഷറിക്ക് മുൻപിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസോസിയേഷൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് AN ശശിധരൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ്, ഡേവിഡ് സ്റ്റീഫൻ, AN ദിലീപ് കുമാർ, PA ജനാർദ്ദനൻ, KA ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന അർബുദ പ്രാഥമിക പരിശോധനാ ക്യാമ്പ് എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിച്ചു. മാർച്ച് 8 വരെ എല്ലാ ദിവസങ്ങളിലും ആശുപത്രിയിൽ പരിശോധനയ്ക്കുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. സ്ത്രീകളിലെ സ്തനാർബുദത്തെയും ഗർഭാശയമുഖ ക്യാൻസറിന്റെയും പ്രാഥമിക പരിശോധനകൾ നടത്തി തുടക്കത്തിൽ തന്നെ കണ്ടെത്തുക എന്നതാണ് ഉദ്ദേശമെന്ന് സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ AK ടോണി, ഡോക്ടർ റിൻസി എന്നിവർ പറഞ്ഞു. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന പേരിൽ ഒരു അർബുദ പ്രാഥമിക പരിശോധന പരിപാടി സ്ത്രീകളിലെ സ്തനാർബുദത്തിൻ്റെയും ഗർഭാശയമുഖ ക്യാൻസറിൻ്റെയും പ്രാഥമിക പരിശോധനകൾ നടത്തി തുടക്കത്തിൽ തന്നെ അത് കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. ആദ്യഘട്ടങ്ങളിൽ ഈ അർബുദങ്ങൾ കണ്ടെത്തിയാൽ പൂർണ്ണമായി ചികിത്സിച്ച് നമുക്ക് ഭേദപ്പെടുത്താവുന്ന 2 ക്യാൻസറുകളാണ് സ്തനാർബുദവും ഗർഭാശയമുഖ ക്യാൻസറും. നമ്മുടെ എരുമപ്പെട്ടി CHCയിൽ ക്യാൻസറിൻ്റെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയും സർവിക്കൽ ക്യാൻസറിൻ്റെയും സ്ക്രീനിങ് എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ നമ്മുടെ എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറാണ്. എന്തായാലും നമ്മുടെ CHCയിൽ വന്നിട്ട് ഒരു സ്ക്രീനിങ്ങിന് വിധേയമാവേണ്ടതാണ്. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനായി ഇവിടെ ഒരു ഹെൽപ്പ് ഡെസ്കും കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സിസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ തോളൂർ പഞ്ചായത്തിലെ പറപ്പൂർ സംഘം നോർത്ത് പടവിൽ നടന്ന കൊയ്ത്തുത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഖല കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. 290 ഏക്കർ വിസ്തൃതിയുള്ള പടവിൽ ഡ്രോൺ വഴിയാണ് വളപ്രയോഗം നടത്തിയിരുന്നത്. പറപ്പൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK സുബ്രഹ്മണ്യൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KG പോൾസൺ, പുഴയ്ക്കൽ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ VS പ്രതീഷ്, ജനപ്രതിനിധികളായ ഷീന വിൽസൺ, സരസമ്മ സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ബജറ്റിൽ പെൻഷനേഴ്സ് വിഭാഗത്തെ അവഗണിച്ചുവെന്നാരോപിച്ച് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മണലൂർ ട്രഷറിക്ക് മുന്നിൽ സമരം ചെയ്തു. സ്റ്റേറ്റ് കമ്മിറ്റി അംഗം പ്രൊഫസർ ND ഈനാശു ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് TL മത്തായി അധ്യക്ഷനായി. പ്രൊഫസർ PM വിജയകുമാരി, MS സുധാകരൻ, KA തോമസ്, വസന്ത തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വാടാനപ്പള്ളി ഏരിയ പ്രതിനിധി സമ്മേളനം സമാപിച്ചു. AKTA തൃശൂർ ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് MK സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം ലിജി നിധിൻ, ഏരിയ സെക്രട്ടറി VS കൃഷ്ണൻ, സുചിത്ര സന്തോഷ്, സ്വപ്ന രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭക്ഷ്യധാന്യ വിതരണത്തിലെ അനാസ്ഥയ്ക്കെതിരെ ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് സിവിൽ സപ്ലൈസ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. PV ബദറുദ്ദീൻ, KV സത്താർ, ഇർഷാദ് ചേറ്റുവ, ബാലൻ വാർനാട്ട്, ബീന രവിശങ്കർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. CBSE മലയാളം ടീച്ചേഴ്സ് സ്കിൽ ഡെവലപ്മെന്റ് സൊസൈറ്റി തൃശൂരിൽ മാമ്പൂവ് ഭാഷാ പ്രതിഭാ പുരസ്കാര പരീക്ഷാ പ്രതിഭാ സംഗമം ഒരുക്കി. എഴുത്തുകാരൻ ഷൌക്കത്ത് മാമ്പൂവ്, പ്രസിഡന്റ് കരുണാകരൻ, സെക്രട്ടറി ഹസീന, ഷിബു, സന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു.
ഭാഷാ പ്രതിഭാ പുരസ്കാരം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം ചടങ്ങിൽ വിതരണം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം കൊടുങ്ങല്ലൂർ ബ്രാഞ്ചുകൾ സംയുക്തമായി കൊടുങ്ങല്ലൂർ സബ് ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി. KSSPA സംസ്ഥാന സെക്രട്ടറി TM കുഞ്ഞുമൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം നിയോജകമണ്ഡലം പ്രസിഡന്റ് PA സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ പ്രൊഫസർ KA സിറാജ്, സുധാകരൻ മണപ്പാട്ട്, PA മുഹമ്മദ് സഗീർ, CH രാജേന്ദ്ര പ്രസാദ് എന്നിവർ സംസാരിച്ചു. നാടക കലാപ്രവർത്തനങ്ങൾക്ക് പുതുജീവൻ പകരാൻ മുണ്ടൂരിൽ ദൃശ്യ നാടക കലാ സാംസ്കാരിക വേദി പ്രവർത്തനം ആരംഭിച്ചു. നാടക പ്രവർത്തകൻ KV ഗണേഷ് ദൃശ്യ കലാ സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ദൃശ്യ പ്രസിഡന്റ് ആൻഡോ തരകൻ അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ പ്രിയനന്ദനൻ, കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ലെനിൻ, ദൃശ്യരക്ഷാധികാരി P കൃഷ്ണനുണ്ണി, സംഗീത സംവിധായകൻ മണികണ്ഠൻ അയ്യപ്പ, കഥകളി കലാകാരി മായ നെല്ലിയോട്, CV കുര്യാക്കോസ്, അഡ്വക്കേറ്റ് CT ജോഫി എന്നിവർ സംസാരിച്ചു. എങ്ങനെയാണ് കേരളത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു നാടകക്കാരൻ മുന്നോട്ട് പോകുക കേരളത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമാണ്. അതും നമ്മൾ പറഞ്ഞതുപോലെ തൊഴിൽ നാടകവേദി എന്നുള്ള അർത്ഥത്തിൽ നീങ്ങുന്ന പ്രൊഫഷണൽ നാടക സംഘടനകളുടെ നമ്മൾക്ക് പലപ്പോഴും പറ്റുന്നുണ്ടാവും. അതല്ലാതെ ഹൃദയപൂർവ്വം ഒക്കെ നാടകത്തെ സമീപിക്കണമെന്നുവെച്ചിട്ട് നാടകം കൊണ്ട് മുന്നോട്ട് പോകുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഇത് കേരളത്തിൽ പക്ഷേ ചന്ദ്രാപിന്നി വേദോട്ടിൽ ശ്രീ ഭദ്രാദേവി ഖണ്ഡാകർണ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി ഹരിഹരസുധൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശിവേലി പകൽപൂരം, തുടർന്ന് ദീപാരാധന, വർണ്ണമഴ എന്നിവ നടന്നു. ഗജവീരൻ കൊളക്കാടൻ ശിവപ്രസാദ് ദേവിയുടെ തിടമ്പേറ്റി. വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ താലം വരവും ഉണ്ടായിരുന്നു. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി, ഫിലിം ക്ലബ്ബും പാവറട്ടി ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി സംഘടിപ്പിച്ച ഗ്രാമീണ ചലച്ചിത്രോത്സവ ദശാബ്ദി ആഘോഷത്തിന് സമാപനമായി. നടൻ ശിവജി ഗുരുവായൂർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദേശീയവും അന്തർദേശീയവുമായ ക്ലാസിക് സിനിമകൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ദേവസൂര്യ ഗ്രാമീണ ചലച്ചിത്രോത്സവത്തിന് നിർണായകമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യോഗത്തിൽ ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നിലങ്കാവിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഫാദർ ബെന്നി ബെനഡിക്റ്റിന് ജോൺ എബ്രഹാം ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സമ്മാനിച്ചു. മേളയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ വിവിധ അവാർഡുകളുടെ വിതരണവും നടന്നു. ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര കലാ പഠന കേന്ദ്രം പ്രിൻസിപ്പാൾ നളിൻ ബാബു, പാവറട്ടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സലാം വെൺമേനാട്, മുല്ലശ്ശേരി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി ഡേവിസ്, ഗുരുവായൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, കൌൺസിലർ മെഹറൂഫ് തുടങ്ങിയവർ സംസാരിച്ചു. 5 ദിവസങ്ങളിലായി നടന്ന മേളയിൽ 27 ഹ്രസ്വചിത്രങ്ങളും 5 ഡോക്യുമെന്ററികളും 8 ഫീച്ചർ ഫിലിമുകളും പ്രദർശിപ്പിച്ചു. വെളുത്തൂർ നമ്പോർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ദേശഗുരുതി ഭക്തിസാന്ദ്രമായി. വില്ലുകുളം, കൈപ്പിള്ളി, വലിയവളപ്പിൽ ഭഗവതി ക്ഷേത്ര പരിസരം, എറവ്, കൊടയാട്ടി ആൽ, അരിമ്പൂർ ഗുരുദേവ സന്നിധി തുടങ്ങിയ സന്നിധികൾക്ക് ശേഷം വടക്കും വാതിലിൽ വലിയ ഗുരുതി നടത്തി. തന്ത്രി പഴങ്ങാപ്പറമ്പ് കൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ തന്ത്രിമാർ, ക്ഷേത്രം ശാന്തിമാർ, കോമരം ശിവദാസ് പാലിശ്ശേരി എന്നിവർ കാർമ്മികരായി. CPM പുല്ലൂറ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീലിയ അഗസ്റ്റിൻ അനുസ്മരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി PN രാമദാസ് അധ്യക്ഷനായി. എറിയാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ, PN വിനയചന്ദ്രൻ, NS ജയൻ, NA ഖദീജാബി തുടങ്ങിയവർ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ വിപ്ലവ് ഇന്നും നികത്താനാവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് രാമദാസ് സ്ഥലത്തില്ലാത്തതിൻ്റെ ഒരു പരിമിതി കണക്കിലെടുത്തു.
വലപ്പാട് ആനവിഴുങ്ങിയിൽ ഭർത്താവ് ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. തൊഴുത്തുംപറമ്പിൽ അജയനാണ് ഭാര്യ അനുവിനെ കുത്തിയത്. 5 മാസമായി ഇരുവരും പിണങ്ങിക്കഴിയുകയാണ്. തിങ്കളാഴ്ച വൈകിട്ട് കയ്പമംഗലത്ത് ജോലി ചെയ്യുന്ന ഭാര്യയെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി കുത്തുകയായിരുന്നു. പരിക്കേറ്റ അനുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അജയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആമ്പല്ലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ 28 ചാൽ ഭക്തിസാന്ദ്രമായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി അനന്തകൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. പ്രസാദ ഊട്ടിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ഉച്ചതിരിഞ്ഞ് 4 ദേശങ്ങളിൽ നിന്ന് എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ചേരാന്തല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ മേളത്തിന്റെ അകമ്പടിയോടെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 8 ഗജവീരന്മാർ അണിനിരന്നു. ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ടി നസറുദ്ദീനെ അനുസ്മരിച്ചു. പ്രസിഡന്റ് TN മുരളി ഉദ്ഘാടനം ചെയ്തു. റഹ്മാൻ P തിരുനെല്ലൂർ, K രാധാകൃഷ്ണൻ, മനോജ് V മേനോൻ, M ആനന്ദ്, TC ആന്റണി എന്നിവർ സംസാരിച്ചു. ഗുരുവായൂരിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന KK മോഹൻ റാമിനെ ദൃശ്യ ഗുരുവായൂർ അനുസ്മരിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ദൃശ്യ പ്രസിഡന്റ് KK ഗോവിന്ദദാസ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, PI സൈമൺ, PV ബദറുദ്ദീൻ, R രവികുമാർ എന്നിവർ സംസാരിച്ചു. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം സ്കൂളിലെ വിദ്യാമൃതം 89 ബാച്ച് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചിത്രക്കൂട്ടം 2025 എന്ന പരിപാടി സംഘടിപ്പിച്ചു. തൃശൂർ ജവഹർ ബാലഭവനിൽ നടന്ന പരിപാടി കേരള ചിത്രകലാ പരിഷത്ത് തൃശൂർ ജില്ലാ സെക്രട്ടറി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാമൃതം 89 ബാച്ച് പ്രസിഡന്റ് മഹേഷ് ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാവ് നിരഞ്ജനി കൃഷ്ണ, ചലച്ചിത്ര സംവിധായകൻ ശൈലേഷ്, ചിത്രകാരന്മാരായ AB സുരേഷ്, സെബി അക്കര, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ആറ്റൂർ സന്തോഷ് കുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചിത്രരചനാ മത്സരങ്ങളിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിദ്യാമൃതം 89 ബാച്ച് സെക്രട്ടറി രമേഷ് കുമാർ, ട്രഷറർ സുധീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇനി വാണിജ്യം. ആരോഗ്യ സംരക്ഷണ രംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യവുമായി പൂങ്കുന്നം ന്യൂട്രീഷൻ സെന്റർ തൃശൂർ പൂങ്കുന്നത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഹെർബ ലൈഫ് ന്യൂട്രീഷൻ കമ്പനിയുടെ വെൽനസ് കോച്ചായ സജീവ് കുമാറിന്റെയും പ്രവീണ സജീവ് കുമാറിന്റെയും നേതൃത്വത്തിൽ പൂങ്കുന്നം പ്രേംജി റോഡിൽ ആദിശങ്കര ബിൽഡിംഗിൽ പ്രവർത്തനമാരംഭിച്ച പൂങ്കുന്നം ന്യൂട്രീഷൻ സെന്റർ 12 വർഷം മുമ്പ് കേരളത്തിൽ ആദ്യമായി ന്യൂട്രീഷൻ സെന്റർ ആരംഭിച്ച രാജ്കുമാറും കവിത രാജ്കുമാറും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പൂങ്കുന്നം ന്യൂട്രീഷൻ സെന്റർ സാരഥികളായ സജീവ് കുമാർ, പ്രവീണ സജീവ് കുമാർ, സീനിയർ വെൽനസ് കോച്ചുമാരായ NS രതീഷ്, ഷെരീഫ്, സോഫിയ ഷെരീഫ്, ഹൈദർ, ഷാജിദ ഹൈദർ, KK സുനിൽ, സബിത സുനിൽ, ശർമേഷ്, സുനിത ശർമേഷ്, സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. റിച്ച് ന്യൂട്രീഷൻ, വെയ്റ്റ് ലോസ്, വെയ്റ്റ് ഗെയിൻ, ഹെൽത്തി സ്കിൻ, ചൈൽഡ് ന്യൂട്രീഷൻ, സ്പോർട്സ് ന്യൂട്രീഷൻ, ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റിംഗ്, കലോറി മാനേജ്മെന്റ് തുടങ്ങിയവയെല്ലാം പൂങ്കുന്നം ന്യൂട്രീഷൻ സെന്ററിന്റെ പ്രത്യേകതകളാണ്. ആരോഗ്യമുള്ള ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് ജീവിതശൈലീ രോഗങ്ങളിൽ നിന്നും മോചനം നേടാൻ ശാസ്ത്രീയവും പോഷക സമൃദ്ധവുമായ ഭക്ഷണശീലങ്ങളിലൂടെ അമിതവണ്ണം കുറച്ച് ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുവാൻ പൂങ്കുന്നം ന്യൂട്രീഷൻ സെന്റർ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9746457956. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7950 രൂപ, പവന് 63600 രൂപ, വെള്ളി ഗ്രാമിന് 106 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3500 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കാലടി പ്ലാന്റേഷന്റെ കല്ലാല എസ്റ്റേറ്റിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് പരിക്ക്. ജനവാസ കേന്ദ്രങ്ങളിൽ ഭീതി പരത്തി കാട്ടാനകൾ.
ചേറ്റുവ പെരിങ്ങാട് പുഴയെ റിസർവ് വനമാക്കാനുള്ള നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. മുരളി പെരുന്നെല്ലി MLA-ക്കെതിരെ ആരോപണവുമായി പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി രംഗത്ത്. മുനയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ കർഷകരും പ്രദേശവാസികളും. കൃഷി നശിക്കാതിരിക്കാനും ശുദ്ധജല സ്രോതസ്സുകളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനും റെഗുലേറ്റർ കം ബ്രിഡ്ജ് അനിവാര്യം. സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു. പവന് 280 രൂപ വർദ്ധിച്ച് 63,840 രൂപയിലെത്തി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.